വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിന്റെ വീഡിയോയാണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് സെമി ടസർ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ശരിക്കും ഒരു ജൂഡ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ടസറിന്റെ സെയിം ലുക്ക് എന്ന് പറയാവുന്ന ഒരു ഐറ്റമാണ്. നേരത്തെ വന്നിട്ടുള്ള മോഡലാട്ടോ. എനിക്കൊന്ന് പ്രിന്റിന് ചെറിയൊരു ഡിഫറൻസ് കാണും, പക്ഷേ അടിപൊളി ഐറ്റമാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഇത് വീനെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഈ ഒരു ടൈപ്പ് പാറ്റേൺ നെക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നെക്ക് വെട്ടാട്ടോ. അപ്പോൾ ഈ ഒരു വീട് എക്സ്ട്രാ ഒരു ഡിസൈൻ വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബുള്ളൻ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഭയങ്കര ക്യൂട്ടാണ്. ഇതുപോലെ ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും നമുക്ക് ആ ടസർ ഇടുന്ന അതേ ലുക്ക് തന്നെ കിട്ടും. ടസറിൽ ചെയ്യുമ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്ത് നമുക്ക് വിൽക്കാൻ വരുമ്പോഴത്തേന് എങ്ങനെ പോയാലും ഒരു 5000 സംതിങ് റേഞ്ച് വരും കേട്ടോ. ആ സെയിം ലുക്ക് തന്നെ കിട്ടുന്ന ഐറ്റം, വാഷ് ചെയ്യാവുന്ന ഐറ്റം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. നോർമലി ടസറിലൊക്കെ പ്രിന്റ് വരുമ്പോഴത്തേനും നല്ല റേഞ്ച് വരും, പക്ഷെ അതേ ലുക്ക് തന്നെയാട്ടോ. അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആയതുകൊണ്ടാണ്. പിന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആണ്. കളേഴ്സും നല്ല കേട്ടോ, നല്ലൊരു പേസ്റ്റൽ കളർ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡാണ്. ബോട്ടം സാറ്റിൻ സിൽക്കിന്റെ കൂടിയ മെറ്റീരിയൽ സെയിം കളർ തന്നെ വെച്ചിട്ടുണ്ട്. നമ്പർ M797, റേറ്റ് 2290 2290. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളേഴ്സ് ആണ് എല്ലാം. പിന്നെ ഷോളിലെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ. സാധാരണ സെമി ടസ് വരുന്നവരിങ്ങനെ ഭയങ്കര പറന്നും നിൽക്കത്തൊന്നുമില്ല, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കണ്ടു കഴിഞ്ഞാൽ സിൽക്ക് പോലെ ആണെങ്കിലും ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഗ്രീനിൻ്റെ കൂടെ മെറൂണും പിങ്കിൻ്റെയും കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അത്രയും നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ. ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കാണും മനസ്സിലാവും, ഭയങ്കര ഫിനിഷിംഗ് ആണ്. പിന്നെ ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് M794, റേറ്റ് 2290. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഗോൾഡനും ചെറുതായിട്ടൊരു ഗ്രീൻ ടോണോടെ വരുന്ന ഒരു കളറാണ്. നല്ല ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. പിന്നെ ദുപ്പട്ടയിലും സെയിം തന്നെ കോമ്പിനേഷൻ വർക്ക് വരും. താഴത്തെ ആസിൽസും ഒക്കെ കാണാൻ നല്ല സിൽക്കിൽ വരുന്നത് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ ഫ്രണ്ടത്തെ ഡിസൈൻ ഇല്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് സെൽഫായിട്ടൊരു ചെറിയതായിട്ടൊരു പ്രിന്റ് ഇതിൻ്റെ അകത്തും പോകുന്നുണ്ട്, അത്ര കാണത്തില്ല, ചെറുതായിട്ട്. പിന്നെ നമ്പർ M796, റേറ്റ് 2290. 4 ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. നാലാമത്തെ കളർ ലൈറ്റ് ബ്ലൂ കളറാണ്. സെയിം തന്നെ ഫീച്ചേഴ്സ് ആട്ടോ. അതിൻ്റെ അകത്ത് കുഞ്ഞൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ പ്രിന്റ് ഇതുപോലെ വരും. അപ്പോൾ എല്ലാ കളേഴ്സും നമുക്ക് ആ ഒരു ഇഷ്ടപ്പെടുന്ന കളേഴ്സ് മാത്രമാണ്. നമുക്ക് ടസറിലൊക്കെ വരുന്ന അതേ സെയിം തന്നെ ആ ഒരു കോമ്പിനേഷനും ഡിസൈനും ഒക്കെയാണ്. ചെറിയൊരു ബോർഡർ ഉണ്ട് കേട്ടോ, പിന്നെ ഓവർ കളറൊന്നുമല്ല, ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഇച്ചിരി ഭംഗി കൂടുതലാണ്. ടസറിലാണെങ്കിലും ഇങ്ങനത്തെ ലൈറ്റ് ഗോൾഡൻ വീവിങ് വരുന്നതിന് ഭയങ്കര റേറ്റ് വരും. 5 സംതിങ് ആണ് അതിൻ്റെ റേറ്റ് നോർമലി വരാറുള്ളത്. അപ്പോൾ ആ ഒരു ലുക്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നല്ല റീസണബിൾ ആണ്. ബോട്ടം എല്ലാത്തിന് സെയിം കളർ തന്നെ സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. നമ്പർ M795, റേറ്റ് 2290.